കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ റാഗിംഗ് കൊടും ക്രൂരത എന്ന കുറ്റപത്രത്തിലെ വിശദാംശങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. 45 സാക്ഷികൾ, 32 രേഖകൾ ഇതുൾപ്പെടുന്നതാണ് കുറ്റപത്രം. 5 പ്രതികളുണ്ട് കേസിൽ. 45 ദിവസം കൊണ്ട് പൂർത്തിയാക്കിയ കുറ്റപത്രം ഇന്നാണ് പോലീസ് കോടതിയിൽ സമർപ്പിക്കുക. ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന് വിവരങ്ങൾ വച്ചിരുന്നുണ്ട്. ടോബി, അപ്പോൾ കുറ്റപത്രം സമർപ്പിക്കാൻ പോകുന്നു, വിശദാംശങ്ങൾ ടോബി. തീർച്ചയായിട്ടും എത്രയും പെട്ടെന്നുള്ള അല്ലെങ്കിൽ അതിവേഗത്തിലുള്ള ഒരു അന്വേഷണമാണ് ഗാന്ധിനഗർ പോലീസ് നടത്തിയത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. വെറും 45 ദിവസം കൊണ്ട് തന്നെ ഇതിൽ ആരൊക്കെയാണ് കുറ്റക്കാരെന്ന് പോലീസ് കണ്ടെത്തിയിരിക്കുന്നു. അവർക്ക് മേലുള്ള കൃത്യമായിട്ടുള്ള അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം ഇന്ന് സമർപ്പിക്കാനുള്ള തീരുമാനത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. പ്രധാനമായും പ്രതികളായിട്ട് നമ്മൾ ആദ്യം തന്നെ റിപ്പോർട്ട് ചെയ്ത പോലെ 5 പ്രതികളാണുള്ളത്. കോട്ടയം മൂന്നിലവ് സ്വദേശി സാമുവൽ, വയനാട് നടവേൽ സ്വദേശി ജീവ, മലപ്പുറം മഞ്ചേരി സ്വദേശി റിജിൽജിത്ത്, അതുപോലെ തന്നെ മലപ്പുറം വണ്ടൂർ സ്വദേശി രാഹുൽ രാജ്, കോട്ടയം കോരിത്തോട് സ്വദേശി വിവേക്. ഈ 5 പ്രതികളാണ് ഉള്ളത്, പ്രതിപട്ടികയിലുള്ളത്. ഏകദേശം 40ഓളം സാക്ഷികളുണ്ട് എന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. കുറ്റപത്രത്തിൽ ഉണ്ടെന്ന് തന്നെയാണ്. അതോടൊപ്പം തന്നെ 32 രേഖകളും തെളിവായി ഈ കുറ്റപത്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഈ കുറ്റപത്രത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, കൊലപാതകത്തിന് തുല്യമായ രീതിയിലുള്ള ഒരു കൊടും ക്രൂരതയാണ് നടന്നതെന്നുള്ള ഒരു കണ്ടെത്തലിലേക്ക് പോലീസ് എത്തിയിരിക്കുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത്രത്തോളം നമ്മളെല്ലാം മനസാക്ഷിയെ ഞെട്ടിച്ച ഒരു സംഭവമായിരുന്നു. ആ വാർത്ത പുറത്തു വന്നപ്പോഴും അതോടൊപ്പം തന്നെ അതിന് പിന്നാലെ അതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോഴും കേരളം ഞെട്ടിയതാണ്. എന്തായാലും അധ്യാപകരെയോ ഹോസ്റ്റൽ വാർഡനെയോ ഒന്നും ഇതിൽ പ്രതി ചേർക്കുകയൊന്നും ചെയ്തിട്ടില്ല. അവർ അത് അറിഞ്ഞിരുന്നില്ല. അന്ന് ആ സംഭവം നടന്നപ്പോൾ നമ്മൾ കേട്ടതാണ്, അതൊന്നും അറിഞ്ഞിരുന്നില്ല. പക്ഷേ അവർക്ക് ഒരു തരത്തിലുള്ള പങ്കും അതിലില്ല എന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇരകളായ 6 പേരും ഇതിൽ പ്രധാന സാക്ഷികളാണ്. ഏറ്റവും പ്രധാനപ്പെട്ട തെളിവെന്ന് പറയുന്നത് ആ വീഡിയോ ദൃശ്യങ്ങൾ തന്നെയാണ് പുറത്തു വന്നത്. അത് ഈ വിദ്യാർത്ഥികൾ തന്നെ പകർത്തി സൂക്ഷിച്ചതാണ്. അത് ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായി മാറുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ പ്രതികൾ ജാമ്യാപേക്ഷയും മുൻകൂർ ജാമ്യാപേക്ഷയും എല്ലാം സമർപ്പിച്ചിരുന്നു. കീഴ്ക്കോടതിയിലും ഹൈക്കോടതിയിലും ജാമ്യാപേക്ഷ നൽകി. പക്ഷേ കോടതി ജാമ്യം ഇവർക്ക് അനുവദിച്ചിരുന്നില്ല. ഇപ്പോൾ അവർ റിമാൻഡിലാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ കുറ്റപത്രം സമർപ്പിക്കുന്നതോടെ വിചാരണയിലേക്ക് ഈ കേസ് കടക്കുകയാണ്. ഏതായാലും കേരളത്തെ ഞെട്ടിച്ചൊരു സംഭവത്തിൽ അതിവേഗം ഒരു അന്വേഷണം പൂർത്തിയാക്കി പോലീസ് അവരുടെ കുറ്റപത്രം സമർപ്പിക്കുന്നതിലേക്ക് കടന്നിരിക്കുകയാണ്. എസ് കെ.